എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, വായനാരാമത്തിലേക്ക് എല്ലാ പേർക്കും ഹാർദമായ സ്വാഗതം. ദേശീയ പതാക ചെറുകഥ എഴുതിയത് ശ്രീ ഇളവൂർ ശശി, ശബ്ദം ഷീല ഷെല്ലാസ്. ഭ്രൂണാവസ്ഥയിൽ തുടങ്ങി ഒരു സ്ത്രീ അവളുടെ ജീവിതയാത്രയിൽ എത്ര പ്രാവശ്യമാണ് മരണപ്പെടുന്നത്? ഒരുപക്ഷെ മരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അവിടെ എത്ര തവണയാണ് നോക്കുകൊണ്ടും വാക്കുകൊണ്ടും മുറിപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യപ്പെടുന്നുണ്ടാവുക? നൂറിൻ്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഒരിക്കലും അവസാനമേ ഉണ്ടായിരുന്നില്ല. വിശപ്പിൻ്റെ ഭാരത്താൽ തല മണ്ണിലേക്ക് കുമ്പിട്ടിരിക്കുന്ന എല്ലുന്തി മെലിഞ്ഞ കറുത്ത വർഗക്കാരിയായ ഒരു കുട്ടി, അതിൻ്റെ പിന്നിൽ ഇരയുടെ ജീവൻ വെടിയുന്നതിനായി കണ്ണു കൂർപ്പിച്ച് കാത്തിരിക്കുന്നൊരു കഴുകനും, കെവിൻ കാർട്ടറുടെ സുഡാനിലെ പെൺകുട്ടി എന്ന വിഖ്യാതമായ ആ ചിത്രത്തെ കിടക്കുമ്പോഴും തൻ്റെ കണ്ണു പതിയുന്ന ഇടം നോക്കിയാണ് നൂറ് ഞങ്ങളുടെ മുറിയുടെ ചുവരിൽ ഒട്ടിച്ചു വെച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ അതിൽ നോക്കി അവൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം അവൾ ഞങ്ങളോട് ചോദിച്ചു, ഈ ചിത്രത്തിൽ എത്ര കഴുകന്മാരുണ്ട്? പരിഹാസത്തോടെയാണ് ഞാൻ 1 എന്ന് മറുപടി പറഞ്ഞത്. അപ്പോൾ അവളുടെ ശബ്ദം കടുത്തു. അല്ല, ഇവക്ക് വട്ട, മിക്കവാറും കുരിശെടുക്കേണ്ടി വരും. ചിരിച്ചുകൊണ്ടപ്പോൾ റോസ്ലി പറഞ്ഞുറപ്പിച്ചു, അതെ, എനിക്ക് വട്ടാണ്. ഒരുവൻ്റെ വൈകല്യം ആദ്യം അനുഭവപ്പെടുന്നത് അവന് വൈകല്യമുണ്ടെന്ന് തോന്നുന്നവരുടെ കണ്ണുകൾക്കാണ്. പരിഹാസ ചിരിയോടെ നൂർ ആ ചിത്രത്തെ ചൂണ്ടി ഇങ്ങനെ തുടർന്നു, ഇതിൽ 2 കഴുകന്മാരുണ്ട്. യഥാർത്ഥത്തിൽ 2 അല്ല, അതിലേറെയാണ്. പിന്നിടുന്ന ഓരോ നിമിഷവും മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഇരയും ആ ഇരയുടെ പ്രാണനു വേണ്ടിയുള്ള ഓരോ പിടച്ചിലും കണ്ട് ആനന്ദിക്കുന്ന വേട്ടക്കാരനായ 1ാമത്തെ കഴുകനും, ഇരയുടെ പിടച്ചിലും വേട്ടക്കാരൻ്റെ ആഹ്ലാദവും ഒരുപോലെ ഒരു ചതുര വലയത്തിനുള്ളിലേക്ക് പകർത്തിയ 2ാമത്തെ കഴുകൻ. അല്ല, അദൃശ്യരായ 1000 കഴുകന്മാർ. അതിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടും. പത്മതീർത്ഥക്കുളവും മധുവും മണിപ്പൂരും. അങ്ങനെ നീളുന്നു ഇരയുടെയും കഴുകൻ്റെയും കഥകൾ. നൂറിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി നിലവിളിച്ചുകൊണ്ട് കുതിക്കുന്ന ആംബുലൻസിലെ തണുപ്പിലും അടുത്ത ദിവസത്തെ പ്രഭാതമായി എന്നറിയിച്ചുകൊണ്ട് റോഡരികിലുള്ള ഏതോ പള്ളിയിൽ നിന്ന് ബാങ്കുവിളി മുഴങ്ങി. അപ്പോൾ അറിയാതെ എൻ്റെ കൈകൾ നൂറ് ചെയ്യാറുള്ളതുപോലെ കഴുത്തിലെ ഷാളുയർത്തി അവളുടെ തലയിലേക്ക് നിവർത്തിയിട്ടു. അത് കണ്ട് അടുത്തിരുന്ന നൂറിൻ്റെ ബന്ധുവായ ഷാഹിനത്ത എൻ്റെ തോളിൽ വലങ്കൈ അമർത്തി. നൂറിൻ്റെ തണുത്ത മുഖത്തേക്ക് കൈകൾ ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ കൈവെള്ള വല്ലാതെ പൊള്ളി. ഒപ്പം കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ ഉപ്പുവെള്ളത്തെ പ്രിയ സഹപാഠിയുടെ മുറിവുകൾ മറച്ച പഞ്ഞിക്കഷ്ണങ്ങൾ വേഗം ഉള്ളിലേക്ക് വലിച്ചു. എങ്കിലും എത്ര കുടിച്ചിട്ടും മതിവരാതെന്നോണം അത് പിന്നെയും വായ പിളർന്നിരുന്നു. ആഴത്തിലുള്ള മുറിവുകളെപ്പോലും കാലത്തിന് മായ്ച്ചു കളയുവാനാകുമെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾക്ക് കാലത്തെ മായ്ച്ചു കളയാൻ ആകുന്നതെങ്ങനെ? എന്നും ക്ലാസ് കഴിഞ്ഞാലുടനെ ഞങ്ങൾ പഠിക്കുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചുറ്റുമതിലുകൾക്കുള്ളിൽ തന്നെയുള്ള ഹോസ്റ്റലിലെ ഞങ്ങൾ മൂവർക്കായുള്ള മുറിയിലേക്ക് കടന്നാൽ ആദ്യം 100 ഫോണെടുത്ത് ഐഷുമാനെ വിളിക്കാൻ തുടങ്ങും. എൻ്റെ ടീച്ചറമ്മ ഇങ്ങോട്ടാണ് വിളിക്കാറ്. അതിനാൽ എനിക്കൊരു പ്രത്യേക സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളൊരു പൊതുപ്രവർത്തകയും അധ്യാപികയുമായ എൻ്റെ അമ്മയ്ക്കും അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായ അച്ഛനെ പോലെ തന്നെ പലപ്പോഴും സമയം തീരെ തികയാറില്ലായിരുന്നു. എങ്കിലും എൻ്റെ കണ്ണിൽ ഉറക്കം പിടിച്ചു തുടങ്ങുന്ന പാതിരാത്രിക്കോ അല്ലെങ്കിൽ അതിരാവിലെയോ ടീച്ചറമ്മയോ അച്ഛനോ ഒന്ന് വിളിച്ചിരിക്കാം. കൂടുതൽ പ്രാവശ്യവും അമ്മയുടെ ശബ്ദമാണ് മുഴങ്ങാറുള്ളത്. റോസ്ലിയുടെ മമ്മിയും പപ്പയും അങ്ങ് സ്റ്റേറ്റ്സിൽ ആയതിനാൽ ഞായറാഴ്ചകളിലാണ് അവളുടെ ഊഴം. എന്നാൽ ചങ്ങനാശ്ശേരിയിലുള്ള അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നും വിളിക്കും. നൂറൈഷുമ്മാനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേ ഞങ്ങൾ ചുറ്റും കൂടും. വേദനയോടെയാണ് നൂറ് എന്നും തുടങ്ങാറുള്ളത്. ഉമ്മ, ഉപ്പാക്കിപ്പോൾ എങ്ങനെയുണ്ട്? കയ്യോ കാലോ അനക്കമെന്തെങ്കിലും? ഇല്ലെന്നുള്ള മറുപടി അവളെ തളർത്തും. ഉപ്പയുടെ അസുഖ വിവരണത്തിന് ശേഷം ഐഷുമ്മ എന്നും നൂറിനെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മോള് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് വേണം ഉപ്പാനെ കുറച്ചുകൂടി നല്ലൊരു ആശുപത്രി കൊണ്ടുപോയി പരിശോധിക്കാൻ. പതിയെ ഉള്ളിലേക്ക് വലിച്ച വായുവിനെ നീളത്തിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഐഷുമ്മ തുടരും. എൻ്റെ മോളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉമ്മച്ചി വിഷമിപ്പിക്കുകയല്ല. എങ്കിലും മോൾ എന്നും നിസ്കരിക്കണം. പറ്റുമെങ്കിൽ വലിയ പള്ളിയിൽ പോയി ഉപ്പാക്ക് വേണ്ടി തമ്പുരാനോട് ദുവാ ചെയ്യണം. നിൻ്റെ ഉപ്പ പേർഷ്യയിൽ കിടന്ന ചോര നീരാക്കിയ പണം മാസാമാസം കൃത്യമായി വീട്ടിലേക്ക് അയച്ചു തന്നിരുന്ന കാലത്തും ഞാനോ എൻ്റെ മക്കളോ പടച്ചവനെ മറന്ന് അഹങ്കരിച്ചിട്ടില്ല.
അങ്ങനെ വളർന്ന എൻ്റെ കുട്ടികൾ എവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുമെന്ന് ഈ ഉമ്മാക്ക് നല്ലോണം അറിയാം. കണ്ണുനീരിലേക്ക് അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന ഐഷുമ്മാൻ്റെ വാക്കുകൾ പലപ്പോഴും ഹൃദയത്തെ മുറിവേൽപ്പിക്കാറുണ്ട്. എങ്കിലും ശേഷമുള്ള സ്നേഹവും കരുതലും വിളമ്പുന്ന മധുരവാക്കുകൾക്കും നാട്ടുവർത്തമാനങ്ങൾക്കും കാതോർക്കുവാനാണ് നൂറിനോട് ആദ്യനാൾ മുതലേ ഞങ്ങൾ ഫോൺ സ്പീക്കർ മൂഡിൽ ഇടാൻ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീടങ്ങോട്ട് അവളോട് അക്കാര്യം പറയേണ്ടിയും വന്നിട്ടില്ല. ഏറെ കഷ്ടതകൾക്കിടയിലും ഞങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഐഷുമ്മാൻ്റെ വാക്കുകൾ മനസ്സിലെന്നും അത്തറിൻ്റെ മണം പരത്തിയിരുന്നു. ഹോസ്റ്റൽ മുറിയിലെ ഒന്നിച്ചുള്ള സഹവാസം പോലെ കോളേജിലും പുറത്തും ഞങ്ങൾ മൂവരും ഒട്ടിച്ചേർന്ന് നടക്കുമ്പോൾ ഹിന്ദിക്കാരും ബംഗാളികളും തെലുങ്കരുമൊക്കെ ഞങ്ങളെ നാഷണൽ ഫ്ലാഗ് എന്നാണ് വിളിച്ചിരുന്നത്. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ഒരുമ മലയാളികൾ ഒഴികെ മറ്റ് സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്ക് എന്നും കൗതുക കാഴ്ച തന്നെയായിരുന്നു. അതിനാൽ എപ്പോഴും വലതുവശത്ത് ഞാനും ഇടതുവശത്ത് നൂറും ഇടയിൽ റോസ്ലിയും വേണം നടക്കാൻ എന്നാണ് അവരുടെയും ആവശ്യം. ഇടയ്ക്കെങ്ങാനും ആ നിയമം തെറ്റിയാൽ അവർ ഞങ്ങൾ കേൾക്കാനായി അവരവരുടെ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറയും: ചുവപ്പ്, വെള്ള, പച്ച. കോളേജ് വാർഷികത്തിനും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കും മറ്റും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പരമ്പരാഗത വേഷങ്ങൾ അണിയിച്ചാണ് കൂട്ടുകാരികൾ ഞങ്ങളെ മുന്നിൽ നിർത്തുക. അന്നത്തെ ഞങ്ങളുടെ വേഷങ്ങൾ പോലും ചുവപ്പും വെള്ളയും പച്ചയും നിറങ്ങളിലായിരിക്കും. വെള്ളച്ചട്ടയും മുണ്ടുമണിഞ്ഞ റോസ്ലിയുടെ കയ്യിൽ ഒരു അശോക ചക്രവും പിടിപ്പിച്ചാൽ പിന്നെ ഞങ്ങൾ ഒരു ദേശീയ പതാകയായി മാറും. പക്ഷേ ഈ അടുത്ത കാലത്താണ് ചുറ്റപ്പെട്ട മതിലുകൾക്കപ്പുറത്തെ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിനാൽ തിളയ്ക്കുന്ന തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ബുദ്ധിമുട്ടുകളെ ഉള്ളിലൊളിപ്പിച്ച് മതിൽക്കെട്ടിനുള്ളിൽ പുഞ്ചിരി പാറി നടക്കാറുള്ള നൂറിൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ ഭയത്താൽ ചുരുങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ മാത്രമാണ് അവൾ ദേശീയ പതാകയുടെ ക്രമം തെറ്റിച്ച് ചുവപ്പിൻ്റെയും വെള്ളയുടെയും ഇടയിലേക്ക് കയറി ഞങ്ങളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയ പതാകയായി മാറി തുടങ്ങിയത്. അവളുടെ പച്ചമുഖം അപ്പോൾ ഇരുണ്ടതായി മാറും. ഒപ്പം പുകപടലങ്ങളാൽ വെളിച്ചത്തെ മറച്ച് ആ തെരുവിൽ കഴുകന്മാരുടെ തുറിച്ച കണ്ണുകൾ അവളുടെ മരണത്തിനായി കൊതിക്കുന്നതായും അവരുടെ തീക്ഷ്ണമായ കണ്ണുകളിൽപ്പെട്ട ഓരോ നിമിഷവും അവൾ നഗ്നയാക്കപ്പെടുന്നതായും അവൾക്ക് തോന്നി തുടങ്ങിയത്. അന്നത്തെ ആ ദുർഗോത്സവ നാളിൽ ഞങ്ങൾക്കെതിരെ നടന്നു വന്നവരിൽ ചിലർ അവളോടായി മാത്രം ഇങ്ങനെ ചോദിച്ചു: ഡി, നിന്റെ പേര്? നൂറ്. എന്താ പൂർണ്ണമായ പേര്? നൂറുൽ ഇസ്ലാം. ദേശദ്രോഹി. ആ കഴുകന്മാരുടെ കൈകളിലെ കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് നീണ്ടു. അവയുടെ കണ്ണുകൾ അവളുടെ വസ്ത്രങ്ങളിലേക്ക് പതിച്ചു. പെട്ടെന്ന് അവൾ തൻ്റെ തലയിലെ തട്ടം തോളിലേക്ക് ചുരുക്കി തല മണ്ണിലേക്ക് താഴ്ത്തി ഹോസ്റ്റൽ മുറിയിലെ ചിത്രത്തിലെ കറുത്ത കുട്ടിയായി മാറി. തെരുവിലപ്പോഴും ഉള്ളിലത്തെ നിറം കണ്ണുകളിലേക്ക് പടർത്തിയ കഴുകന്മാർ നൂറിൻ്റെ ചുറ്റിലും ചിറക് വിരിച്ച് അവരുടെ കയ്യിലെ കൂർത്ത തൃശൂലങ്ങളുടെ ചുവടുഭാഗം ഒരേ താളത്തിൽ തറയിൽ ഉറക്കെ ഉറക്കെ മുട്ടിച്ച് ആനന്ദ നൃത്തമാടി. അവരുടെ അർദ്ധനഗ്ന ശരീരങ്ങളിലെ വലിയ രുദ്രാക്ഷങ്ങൾ അവരോടൊപ്പം ആർത്തുലഞ്ഞു. ഒപ്പം കഴുകൻ്റെ ശബ്ദത്തിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ജയ് ശ്രീറാം. മനുഷ്യത്വം മരവിക്കാത്ത ചിലരുടെ സഹായത്തോടെ അവർക്കിടയിൽ നിന്നും ഞങ്ങൾ നൂറിനെ പറിച്ചെടുത്തു. അന്ന് പരുന്തിനെ കണ്ടു ഭയന്ന പ്രാവിനെ പോലെ നൂറ് അവിടെ നിന്നും ഓടി മതിൽക്കെട്ടിനുള്ളിലെ കരിയില കീഴിലേക്ക് മറഞ്ഞു. ഞങ്ങൾ തിരികെ റൂമിലെത്തുമ്പോഴേക്കും നൂറ് ചുവരിൽ പതിച്ചിരുന്ന ചിത്രത്തിലെ കഴുകൻ്റെ ചുണ്ടിലൊരു തൃശൂലം വരച്ച് ചേർക്കുകയും സുഡാനി പെൺകുട്ടിയുടെ ചിത്രത്തെ സ്വന്തം രൂപത്താൽ മറച്ചു നിന്ന ശേഷം അവൾ ഇങ്ങനെ പറയുകയും ചെയ്തു: ഇരയുടെ നെഞ്ചിലെ ഓരോ പിടച്ചിലും വേട്ടക്കാരൻ്റെ വിജയം വീണ്ടും 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 ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും. അകത്തും പുറത്തുമുള്ള കഴുകൻ്റെ കണ്ണുകൾക്ക് എത്തിപ്പെടാനാകാത്തൊരിടം തേടി എവിടേക്കാണ് ഇനി പോകാൻ കഴിയുക? നൂറ് അന്നു മുതലാണ് ആ ചിത്രത്തിന് ചുറ്റുമായി ഓരോ ദിവസവും ഓരോ ചതുരവലയങ്ങൾ വരച്ചു തുടങ്ങിയത്. അവയൊക്കെയും ആദ്യ വലയത്തിൻ്റെ ഉള്ളിലായി വരയ്ക്കുന്നതിനാൽ ഓരോ ദിവസവും അവ ചെറുതായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉള്ളിലെ ഇരയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഇടവും കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തു. ഗണേശോത്സവം, ദുർഗാപൂജ, ദീപാവലി, ചെറിയ പെരുന്നാൾ, മുഹറം, ക്രിസ്തുമസ് തുടങ്ങിയുള്ള വിശേഷ ദിവസങ്ങളിലെ പുറത്തേക്കുള്ള യാത്രകൾ നൂറിൽ ഭയം ഇരട്ടിയാക്കി. സമാശ്വാസങ്ങളിൽ തൃപ്തിപ്പെടാതെ അവൾ സ്വയം കൂട്ടിയോജിപ്പിച്ച് ഞങ്ങളുടെ കിടക്കകളുടെ ഇടയിലൊരു ചോദ്യചിഹ്നമായി ചുരുണ്ടുകിടന്നു. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മതിലിൻ്റെ ഉള്ളിലും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തീപ്പൊരികൾ പടർന്നു പിടിക്കാൻ തുടങ്ങി. ഉള്ളിൽ വിഷം നിറച്ചെത്തിയ ചില കഴുകക്കണ്ണുകൾ നൂറിലേക്ക് ഉന്നം പിടിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി അവർ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന പരീക്ഷകൾ എന്ന് വിളിച്ചു. ഒപ്പം ഞങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീഴ്ത്താൻ വൃഥാ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ സങ്കടങ്ങൾ നെഞ്ചിനുള്ളിലേക്ക് അവൾ മറച്ചു വെച്ചു.
ഐഷുമ്മയോട് അവൾ സന്തോഷം അഭിനയിച്ചു. ഒപ്പം ഫൈനൽ പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ എന്ന് വരെയും ഉമ്മയെ ഒന്ന് അറിയിക്കേണ്ടെന്നും ശഠിച്ചു. നൂറിൻ്റെ സങ്കടങ്ങൾ അറിയിച്ചപ്പോൾ അത് ടീച്ചർ അമ്മയിൽ വേദന പടർത്തി. അന്നു മുതലാണ് എത്ര വലിയ തിരക്കിനിടയിൽ നൂറിന് സാന്ത്വനമേകിക്കൊണ്ട് ടീച്ചറമ്മ അവളെ പ്രത്യേകമായി വിളിച്ചു തുടങ്ങിയത്. ഒപ്പം ഇടയ്ക്കൊരു ദിവസം എന്നോടും ഇങ്ങനെ ആരാഞ്ഞു, മോളെ, നിനക്കും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലെന്നുള്ള എൻ്റെ മറുപടി കേട്ടുടനെ ടീച്ചറമ്മ തുടർന്നു, നീയും റോസ്ലിമോളും വേണം നൂറിനെ സമാധാനിപ്പിക്കാൻ. ഏറെ പ്രതീക്ഷയോടെയാണ് ആ കുടുംബം അവളെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആ വീടിൻ്റെ താങ്ങ് ആകേണ്ടവളാണ് ആ കുട്ടി. അതിൻ്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ ആരെയും അനുവദിക്കരുത്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് നിങ്ങളോടൊപ്പം വന്ന് നിൽക്കാം. അതാ മോൾക്ക് ഒരാശ്വാസമാകുമെങ്കിലോ. അല്ലെങ്കിൽ നിങ്ങളിങ്ങ് പോരെ, പരീക്ഷ എഴുതിയില്ലെങ്കിലും സാരമില്ല. ഏതാനും ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്മ ഇങ്ങോട്ട് വരണ്ട, അവളോടൊപ്പം എപ്പോഴും ഞങ്ങളുണ്ടല്ലോ. ഇന്നലെ സന്ധ്യയോടടുത്തപ്പോഴും എന്നത്തെയും പോലെ നൂറ് കുളി കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോകാനായി ആദ്യമേ തയ്യാറായിരിക്കുകയായിരുന്നു. റോസ്ലിയുടെ പപ്പയും അമ്മയും സ്റ്റേറ്റ്സിൽ നിന്നും വന്ന് അവളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ മൂവരും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്നു. മുഖക്കുരു മാറാനുള്ള പച്ചമരുന്ന് തേച്ച് പിടിപ്പിച്ചത് കഴുകിക്കളഞ്ഞ് കുളിക്കുന്നതിനായി ബാത്റൂമിലേക്ക് കയറിയപ്പോഴാണ് നൂറിൻ്റെ ഫോണിൽ ഒപ്പനപ്പാട്ടിൻ്റെ ഇരടികൾ മുഴങ്ങിയത്. അപ്പോഴേ മനസ്സിലായി അത് ഐഷുമ്മയാണെന്ന്. എന്താണ് വിശേഷമെന്ന് ചോദിക്കും മുമ്പ് നൂറിൻ്റെ ശബ്ദം ഉയർന്നു. സ്നേഹേ, നീ കുളിച്ചിട്ട് ക്യാൻറ്റീനിലേക്ക് വാ, ഞാൻ അവിടെ നിൽക്കാം. ഐഷുമ്മാൻ്റെ മധുരമുള്ള ആ വിളിക്കായി കാതോർത്തിരിക്കുന്നതിനാൽ നൂറ് ഉപയോഗിച്ചിരുന്ന ഒപ്പനപ്പാട്ടിൻ്റെ റിംഗ്ടോൺ തന്നെയാണ് ഐഷുമ്മാൻ്റെ വിളികൾക്കായി മാത്രം ഞാനും എൻ്റെ ഫോണിലും സെറ്റ് ചെയ്തിരുന്നത്. മനസ്സിൻ്റെ വേദനയാൽ കണ്ണൊന്ന് അടഞ്ഞു പോയപ്പോഴാണ് ഐഷുമ്മയുടെ ആദ്യ വിളി എത്തിയത്. ഓർമ്മകളുടെ ചിത്രങ്ങളിൽ നിന്നും ആംബുലൻസിൻ്റെ ഉള്ളിലേക്ക് തിരികെ എത്തിയപ്പോൾ ഫോൺ വീണ്ടും അതേ സ്വരത്തിൽ ശബ്ദിച്ചു. എടുക്കാതെ തരമില്ല, എന്തു പറയും. അവസാനം മൊബൈലിലെ പച്ച നിറത്തിൽ വരച്ചു. മോളെ, നൂറിനെ വിളിച്ചിട്ട് ഇതുവരെ എടുക്കുന്നില്ലല്ലോ. എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? നിങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ വലിയ പ്രശ്നമാണെന്നാണല്ലോ വാർത്തയിലൊക്കെ കേട്ടത്. ഉമ്മ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. മോളും നൂറും രാവിലെ എഴുന്നേറ്റ് പരീക്ഷയൊക്കെ പഠിക്കുന്നതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാഞ്ഞതല്ലേ? എനിക്ക് അതേ എന്നൊന്നും മൂളാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഉമ്മ തുടർന്നു. പിന്നെ അവളോട് പറ, ഇന്നലെ എൻ്റെ മോള് രാത്രി തന്നെ വലിയ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ കണ്ണ് തുറന്നത്. ഇപ്പോൾ ഉപ്പയ്ക്ക് നല്ല സുഖമുണ്ട്. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഇങ്ങ് പോരണം. അവിടെ കൂടുതൽ നേരം നിൽക്കണ്ട. നൂറിൻ്റെ ഫോട്ടോയും നോക്കിയാ എപ്പോഴും ഉപ്പയുടെ കിടപ്പ്. വീഡിയോ കോളിലൂടെ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും മോൾ അടുത്ത് വന്നിരിക്കണമെന്നാ ഉപ്പാൻ്റെ പൂതി. പെട്ടെന്ന് വാക്കുകളെ മുറിച്ചുകൊണ്ട് ഐഷും ഇങ്ങനെ ചോദിച്ചു, എന്നാലും മോളെ, നൂറെന്താ ഞാൻ ഇത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കാഞ്ഞത്? എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും? എൻ്റെ ഉള്ളിലെ വേദനയുടെ ചോര വാക്കുകളിൽ പടരാതെ സൂക്ഷിച്ചു. അതുമ്മ, അവൾക്ക് ചെറിയൊരു തലവേദന, ഒരു ഗുളിക കഴിച്ച് ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. എന്നാൽ ശരി മോളെ, ഉണരുമ്പോൾ ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവളോട് പറയണേ. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വിഷമിക്കും. പിന്നെ മറ്റൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറയണം. എന്നാൽ മോളിരുന്ന് പഠിച്ചോ. ഐഷുമ്മ ഇനിയും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ പറയുകയോ ചെയ്താലോ എന്ന ഭയത്താൽ ചോരയിലേക്ക് വിരലമർത്തി മൊബൈൽ ദൂരത്തേക്ക് വെച്ച ശേഷം എൻ്റെ കണ്ണുനീർ ഷാഹിനത്തായുടെ തോളിലേക്ക് നിറച്ചു. ഉള്ളിലെ ഗ്ലാസ്സിലൂടെ ആംബുലൻസിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ പ്രൊഫസറും സഹപാഠി അക്ഷയും ഡ്രൈവറോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വാതിലടച്ചത്. ധൃതിയിൽ കുളിച്ചിറങ്ങുമ്പോൾ മുറിയിൽ നൂറുണ്ടായിരുന്നില്ല. പുറത്ത് കാണുമെന്ന് കരുതി ചുറ്റും പരതി. എങ്കിലും അവിടെങ്ങും നൂറുണ്ടായിരുന്നില്ല. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവളെ അവിടെയും കണ്ടില്ല. അവളുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഉപ്പാക്ക് നല്ല സുഖമില്ല, ഞാൻ വലിയ പള്ളിയിലേക്ക് പോവുകയാണ്, പരീക്ഷയില്ലേ, നീ വല്ലതും കഴിച്ചിട്ട് പോയിരുന്നു പഠിച്ചോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞവൾ ഫോൺ വെച്ചു. മതിലിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ഇല അനങ്ങിയാൽ പേടിക്കുന്ന ആളാണ് ഈ ഇരുട്ടത്തൊറ്റയ്ക്ക്. അതുമാത്രമല്ല, ഗണേശോത്സവത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. അതിനാൽ റോഡിൽ നല്ല തിരക്കുമായിരിക്കും. പള്ളിയിലേക്ക് എളുപ്പമെത്താനുള്ള വഴി സുപരിചിതമായിരുന്നതിനാൽ അതുവഴിയെ നടന്നു. പെട്ടെന്നാണ് ആളുകൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മലയാളിയെന്ന് തോന്നിയ മധ്യവയസ്കനോട് കാര്യം എന്തെന്ന് തിരക്കി. ഗണേശോത്സവത്തിനിടയിൽ തീവ്രവാദികൾ ബോംബിട്ടു. മോൾ ഇവിടെ നിൽക്കണ്ട, ഇലക്ഷൻ എടുത്ത സമയമാണ്, വലിയ കലാപത്തിന് ഇടയുണ്ട്, മോൾ വേഗം തിരിച്ചു പൊയ്ക്കോ.
മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ധൃതിയിൽ പിന്നിലേക്ക് ഓടിയ മധ്യവയസ്കൻ ഉടനെ തിരികെ വന്ന് കിതപ്പോടെ ഞാൻ കരയുന്നതെന്തിന് എന്ന് ചോദിച്ചു. കൂട്ടുകാരി നൂർ നാട്ടിലുള്ള അവളുടെ ഉപ്പയ്ക്ക് അസുഖം കൂടിയതിനാൽ പ്രാർത്ഥിക്കാനായി പള്ളിയിലേക്ക് പോയിരിക്കുകയാണെന്നും അതും ഒറ്റയ്ക്കാണെന്നും ഞാൻ പറഞ്ഞു തീരും മുമ്പ് എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് ആ മനുഷ്യൻ പള്ളി വഴിയിലേക്ക് ഓടുകയായിരുന്നു. പാതി വഴി പിന്നിട്ടപ്പോൾ റോഡിൽ നിന്ന് അടുക്കായി ഒരു കൊടി പാറുന്നതും അതിനോട് ചേർന്ന് ആരോ കിടക്കുന്നതും കണ്ടു. അടുത്തെത്തിയതും ഹൃദയം പൊട്ടിത്തെറിച്ചു. അത് നൂറായിരുന്നു. ഒരു തുണ്ടു തുണിയുടെ മറ പോലുമില്ലാതെ മലർന്നു കിടന്നിരുന്ന അവളുടെ നെഞ്ചിലൊരു തൃശൂലം തറഞ്ഞു നിന്നിരുന്നു. മുകളിലേക്ക് നിവർന്നു നിന്നിരുന്ന അതിൻ്റെ ചുവടറ്റത്ത് അവൾക്ക് ഏറെ പ്രിയപ്പെട്ടതും അന്ന് ധരിച്ചിരുന്നതുമായ കുങ്കുമ നിറത്തിലെ അവളുടെ ഷാൾ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. മതാന്ധതയുടെ ചോരക്കളത്തിൽ നിന്ന് പ്രാണൻ പൊലിയും മുമ്പേ നൂറിനെ കോരിയെടുത്തുകൊണ്ട് തിരികെ ഓടുമ്പോൾ നൂറിങ്ങനെ പറഞ്ഞു, ആ ശവന്തീനി കഴുകന്മാർ എത്രയോ ഭേദമാണ്. ഇര മരിച്ചതിന് ശേഷം മാത്രമേ അവറ്റകൾ ഭക്ഷിക്കുകയുള്ളൂ. സ്നേഹേ, നീ എന്നെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോ, എനിക്ക് പരീക്ഷ എഴുതണം. നൂറിൻ്റെ വെള്ള പുതച്ചു കിടത്തിയിരുന്ന ശരീരത്തിൻ്റെ ഒത്ത നടുക്കായി ആരോ നീല ശംഖുപുഷ്പങ്ങളാൽ തീർത്ത ഒരു റീത്ത് വെച്ചു. അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലവിളിയോടെ റോസ്ലി ഇങ്ങനെ പറഞ്ഞു, നൂറേ, ദേ നോക്ക്, നമ്മളിപ്പോഴും ദേശീയ പതാകയാണ്. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. റോസ്ലി ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം അപ്പോൾ ചുവപ്പും എൻ്റേത് പച്ചയുമായിരുന്നു. പ്രിയമുള്ളവരെ, ദേശീയ പതാക എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ ചർച്ചയ്ക്കായി ഞാനിതാ വിട പറയുന്നു.